ഒരു മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാം? അവനിടയ്ക്ക് ബ്രേക്ക് കൊടുക്കേണ്ടി വരുന്നതാണ്. അതായത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ ഒരു മാസമൊക്കെ ഭയങ്കര തീയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവന്റെ പ്രിപ്പറേഷൻ ബ്രേക്ക് കൊടുക്കും. ചിലപ്പോൾ കുടുംബത്തിൽ ഒരു കല്യാണം വരാം, ഒരു ഫാമിലി ഫംഗ്ഷൻ വരാം, ഒരു യാത്ര വരാം, ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരാം. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അവന്റെ പ്രിപ്പറേഷൻ ഒരു സമയത്ത് കൊണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുന്നു. ഉദാഹരണം, ഒരു വെള്ളിയാഴ്ചയാണ് അവന്റെ പഠിത്തം നിർത്തുന്നത് സങ്കല്പിച്ചോ. അപ്പൊ പുള്ളി വിചാരിക്കും, ഓക്കെ, എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, കുഴപ്പമില്ല, നമുക്ക് തിങ്കളാഴ്ച മുതൽ റീസ്റ്റാർട്ട് ചെയ്യാം, തിങ്കളാഴ്ച നല്ല ദിവസമാണല്ലോ. അപ്പൊ തിങ്കളാഴ്ച ആകുമ്പോൾ നമ്മൾ വിചാരിക്കും തിങ്കളാഴ്ചയേക്കാളും നല്ല ദിവസം ബുധനാഴ്ചയല്ലേ, ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ബുധനായി, വ്യാഴമായി, വെള്ളിയായി, അടുത്ത ആഴ്ചയായി, അടുത്ത മാസമായി, അടുത്ത വർഷമായി അവന്റെ പ്രിപ്പറേഷൻ കൊണ്ട് അങ്ങ് നിർത്തുന്നു. അടുത്ത വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വീണ്ടും ചൂടും ബാക്കിയെല്ലാം വന്നിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നു. എന്നിട്ട് വീണ്ടും പഴയ പോലെ സംഭവിക്കുന്നു, അവിടെ നിർത്തുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്തുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്തുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്തുന്നു. ഓക്കെ, അങ്ങനെയാണ് പലരും പലരുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നാളത്തേക്ക് അങ്ങനെ നീട്ടി വെച്ച് മുമ്പോട്ട് അങ്ങ് കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് അവരോടെല്ലാം ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയാം മക്കളെ? നാളെ എന്ന് നീട്ടി വെച്ച എത്ര കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഒരു സാധനമെങ്കിലും അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? നാളത്തേക്ക് നീട്ടി വെച്ചാൽ കാണത്തില്ല, ഒരു സാധനവും കാണത്തില്ല. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കുട്ടി, അല്ലെങ്കിൽ ജോലിക്ക് കയറിയ ഒരു കുട്ടി, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അവനെ ഒന്ന് ആലോചിച്ച് നോക്കണം. അവനും ഇതേപോലെയൊക്കെ സംഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണത്തില്ലേ? അതായത് അവനും ഉറപ്പായിട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നു കാണും, പഠിത്തം ബ്രേക്ക് കൊടുക്കേണ്ട ഒരു സന്ദർഭം വന്നു കാണും, അവന്റെ കുടുംബത്തിലും ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നു കാണും, അവനും ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു കാണും, അവനും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കാണും. ഇതേപോലെയുള്ള ലൈഫിലെ സന്ദർഭങ്ങൾ മുഴുവനും അവന്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് നമ്മളും ഒരു ടോപ്പറും തമ്മിലുള്ള വ്യത്യാസം? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു 2 മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്താണ് അന്നത്തെ ദിവസം സംഭവിക്കുന്നത്, ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഗ്യാപ്പ് ഒന്ന് അനലൈസ് ചെയ്യാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങൾ. ഇപ്പൊ നമ്മളെയും പുള്ളിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള വ്യത്യാസം എന്താണ്? അതായത് പുള്ളി ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യമുള്ള ഒരാളായിരിക്കും. അതായത് കാറ്ററിങ്ങിന് പോയായിരിക്കും പുള്ളിയുടെ പ്രിപ്പറേഷൻ പോകുന്നത്, അല്ലെങ്കിൽ സ്വിഗ്ഗി ഓടിയായിരിക്കും പുള്ളി പഠിക്കുന്നത്. അപ്പൊ പുള്ളി ചെയ്യുന്ന ഒരു കാര്യം, പുള്ളി നേരെ ജോലിക്ക് പോയിട്ട് വന്ന ഉടനെ ആ സന്ദർഭം, ആ കാര്യം കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി എന്ത് ചെയ്യുന്നു? പുള്ളിയുടെ പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നു, വന്നിട്ട് വീട്ടിൽ വന്ന ഉടനെ ചായ കുടിച്ചിട്ട് ഒരു 4 മണിക്കൂർ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വായിക്കണം. അവൻ എന്ത് ചെയ്യുന്നില്ല? ബ്രേക്ക് കൊടുക്കുന്നില്ല, ഒരു ദിവസം പോലും ബ്രേക്ക് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു ദിവസം ബ്രേക്ക് കൊടുക്കേണ്ടി വന്നാലും അത് നീട്ടി കൊണ്ടുപോകുന്നില്ല. അവന്റെ പ്രിപ്പറേഷൻ അവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് നമ്മളും ഒരു ടോപ്പറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മളൊരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ഇപ്പൊ പുതുതായിട്ട് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഇത് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, നമ്മളൊരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഒരു യാത്ര നമ്മൾ പോവുകയാണെന്ന് സങ്കല്പിച്ചോ. ഒരു യാത്ര, ദൂരമുള്ള ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആ യാത്രയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വരെ, അതായത് നമ്മൾ അങ്ങറ്റം എത്തുന്നത് വരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കാതെ നടന്നുകൊണ്ടിരിക്കാം. ഒരു സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ അവിടെ എത്തിയിരിക്കും. അഥവാ ഇടയ്ക്ക് ബ്രേക്ക് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് അറിയാം? ഇപ്പോൾ ഞാൻ നിനക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എറണാകുളം വരെ പോവുകയാണെന്ന് സങ്കല്പിച്ചു. എറണാകുളത്ത് എനിക്ക് വീഗാലാൻഡ് കാണാൻ പോകണം. അപ്പോൾ ഞാൻ കൊല്ലം വരെ ബൈക്കിൽ പോകുന്നു. അവിടെ എത്തിയപ്പോൾ ഓക്കെ, മടുത്തു, തളർന്നു, നിർത്താം, നമുക്ക് പിന്നെ ഒരു ദിവസം പോകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ യാത്ര പോവുകയാണ്. അപ്പോൾ ഞാൻ നേരെ അടുത്ത ഒരു എവിടെ വരെ എത്തുന്നു? ഒരു ആലപ്പുഴ വരെ എത്തുന്നു സങ്കല്പിച്ചോ. അവിടെ നിർത്തി വീണ്ടും ഞാൻ തിരിച്ചെന്റെ വീട്ടിൽ വരെയാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ഓരോ തവണയും നമ്മൾ ബ്രേക്ക് കൊടുക്കുമ്പോൾ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതലാണ് നമ്മൾ വീണ്ടും തുടങ്ങേണ്ടി വരുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയോടൊന്ന് ചോദിച്ചു നോക്കാം, നിങ്ങൾ 1 മാസം ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ, 1 മാസവും വേണ്ട, ഒരു 15 ദിവസം ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങളുടെ മനസ്സിനകത്തുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ മറന്നു. നിങ്ങൾ ഇത്ര കാലം കഷ്ടപ്പെട്ട, ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകും. ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫ്രം ദ ബിഗിനിങ്, 0 നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഒരു പ്രയോജനം അതിനകത്ത് കിട്ടത്തില്ല. നമ്മൾ പഠിക്കുന്നു, ബ്രേക്ക് കൊടുക്കുന്നു, വീണ്ടും പഠിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ വാശിയോടെ പഠിക്കാനായിട്ട് നമ്മൾ മനസ്സിനകത്ത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ? മനസ്സിനെ ആദ്യം പറഞ്ഞ് ഒരുക്കുക. നമ്മളൊരു യാത്ര പോകുന്നു, ആ യാത്ര ബ്രേക്ക് കൊടുക്കാതെ അങ്ങറ്റം വരെ നമ്മൾ പോവേണ്ടി വരും. ചിലപ്പോൾ അത് 3 മാസം കഴിയും, 6 മാസം കഴിയും, ചിലപ്പോൾ 1 വർഷം വരെ എടുത്തേക്കും റിസൾട്ട് കിട്ടാനായിട്ട്. പക്ഷെ ആ 1 വർഷം വരെ നമ്മൾ ബ്രേക്ക് കൊടുക്കാതെ മുമ്പോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. മാത്രമല്ല, എപ്പോഴും നമ്മൾ ഒരു തളർച്ച നേരിടുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പറയണം, ഓക്കെ, നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ, കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ വെള്ളത്തെ പേടിക്കേണ്ട ആവശ്യമില്ല.
പകരം ഓക്കെ ഇത് ലൈഫിൽ സംഭവിച്ചു, അവിടെ മുതൽ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എൻ്റെ പ്രിപ്പറേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്, അങ്ങനെ അങ്ങ് പഠിച്ച് മുമ്പോട്ട് പോവാം. അങ്ങനെ ആ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ഓരോ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിയമനം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ LDC നിയമനം കുറവാണ്, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു, നിയമനം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ ഇതിനകത്ത് ഉള്ള നിയമനങ്ങളെ ഇപ്പോൾ ഒരു LD എടുക്കുകയാണെങ്കിൽ തന്നെ നിയമനം തീരെ കുറച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പുതിയ ലിസ്റ്റിനകത്ത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആയാലും ഒരു 7000-ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതൊരു ചെറിയ വേക്കൻസി അല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഗ്രൗണ്ടിനകത്ത് 7000 പേരെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി നിർത്തുകയാണെന്ന് സങ്കല്പിച്ചോ. അപ്പൊ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുള്ള പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു 7000 ആൾക്കാരെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ നിരത്തി നിർത്തുകയാണ്. എന്തോരം വലിയൊരു ക്രൗഡാണത്. ആ 7000-ൽ ഒരാളാവാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. യെസ്, നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ പറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങറ്റം വരെ നടക്കാൻ നമ്മൾ വില്ലിങ് ആവണം, അങ്ങറ്റം വരെ മുമ്പോട്ട് പോകണം, ബ്രേക്ക് കൊടുക്കാതെ ആ യാത്ര അങ്ങറ്റം വരെ കൊണ്ടങ്ങ് പോവാം. ജാക്ക് മാ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ആലിബാബയുടെ ഒക്കെ ഫൗണ്ടറായ ജാക്ക് മാ പറഞ്ഞ കാര്യം. ഇന്ന് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, നാളെ അതിനേക്കാളും കഷ്ടപ്പാടാണ്, പക്ഷെ മറ്റന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രകാശം വരും. ലൈഫ് ബ്യൂട്ടിഫുൾ ആവും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും നാളെ വൈകുന്നേരത്തോടുകൂടി അങ്ങ് മരിച്ചു പോകും. മറ്റന്നാൾ രാവിലത്തെ റിസൾട്ട് കാണാൻ അവനെ നിൽക്കത്തില്ല. അവൻ നാളെ വൈകുന്നേരത്തോടുകൂടി അവന്റെ എല്ലാ കാര്യങ്ങളും നിർത്തി അവൻ അങ്ങ് പോകും. ഇപ്പോൾ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നവൻ, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവൻ ഒരിക്കലും അങ്ങനെ ആവരുത്. അങ്ങറ്റം വരെ നമുക്ക് മുമ്പോട്ട് നടക്കണം. സോ ജീവിതത്തിലെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. എന്നിട്ട് കണ്ണാടി പോയി നിന്ന് സ്വയം ഒരു 2 മിനിറ്റ് നോക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാനായിട്ട് മറ്റൊരാളെ കൊണ്ടും പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ അവിടെ ആർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ? നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ലൈഫിലെ മെജിഷ്യൻ ഉറപ്പായിട്ടും ആരാണ് മക്കളെ? നിങ്ങളാണ്. നിങ്ങളെ കൊണ്ട് മാത്രമേ നിങ്ങളുടെ ജീവിതം മാറ്റാൻ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട്, ഈ മൊമെന്റ് നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട്. അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഇന്ന് വിഷു ആണ്. ഇപ്പൊ വിഷു ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഈ മൊമെന്റ്, ഈ നിമിഷം മുതൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തോ. ആ എക്സാം വരെയുള്ള സമയം മാറ്റി വെച്ചോ, ബ്രേക്ക് കൊടുക്കാതെ മുമ്പോട്ട് പോവാ. ഇടയ്ക്ക് പ്രശ്നങ്ങൾ വന്നാലും, ഇടയ്ക്ക് പ്രതിസന്ധികൾ വന്നാലും, എപ്പോഴാണോ അത് തീരുന്നത് ആ മൊമെന്റ് മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കണ്ടിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വന്നിരിക്കും. ഇത് എന്റെ ഉറപ്പാണ്. പഠിച്ചോ.